ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് ഹർഷി. എന്നൊരു ഞായറാഴ്ച അങ്ങനെ മീൻ കുറഞ്ഞിനി അയില പിന്നെ നങ്ക്. ഇപ്പം അതിൽ നങ്ക് കറിയാക്കിയിട്ട് കുറച്ച് കായ്ക്ക ചെല്ലിട്ട് അങ്ങനെ ഇനിയിപ്പോൾ ഇതിനെ കത്തിട്ടെല്ലാം ക്ലീൻ ആക്കിയിട്ടില്ലല്ലേ. അങ്ങനെ ഇതിനെ ക്ലീൻ ആക്കിയിട്ട് വെക്കുമ്പോൾ പൊണ്ട കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പൊണ്ട പൊടിക്കാൻ ചെല്ലിട്ട് പൊണ്ട ഇതാക്കിയിട്ട് എടുത്തിട്ട് വെച്ചാൽ അതിന് പിന്നെ കടയിനിട്ട നങ്ക് കറിക്ക് ഗ്രൈൻഡറിൽ കടഞ്ഞെങ്കിൽ നല്ല ചെണ്ണാന്ന്, അപ്പം നല്ല ടേസ്റ്റ് ഇരിക്കുന്നു. അങ്ങനെ ഗ്രൈൻഡറിൽ കടഞ്ഞുകൊണ്ടുണ്ട് വരപ്പോൾ നല്ല ചെണ്ണായി പിന്നെ മീൻ്റെ കറി ആക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് വേറെ ഗ്രൈൻഡറിൽ കടഞ്ഞെങ്കിൽ. അതിന് പിന്നെ പൊണ്ടെല്ലാം പൊട്ടിച്ചിട്ട് പൊണ്ട കുടിച്ചുകൊണ്ടുള്ള അതിന് പിന്നെ നങ്ക് കറിയൊക്കെ റെഡി ആയിനി. ഇപ്പം കായ്ക്കൊണ്ടല്ലേ കായ്ക്കനി പൊടിയെല്ലാം ഇട്ടിട്ട് വെച്ചിരുന്നു. ലിമ്പപ്പുള്ളി, ശുണ്ഠി വെള്ളുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കോൺഫ്ലവർ, ഉപ്പ്, പിന്നെ കറിച്ചപ്പ്. ഇതിലൊക്കെ കുറച്ച് തണ്ണി ഇട്ടിട്ട് കലക്കണം. കലക്കിയിട്ട് മീനിക്ക് മസാല ആക്കിയിട്ട് റെഡിയാക്കിയിട്ട് കുറച്ച് നേരം വെക്കണം മാരിനേറ്റ് ആവാൻ ഒരു അരഘണ്ട. അപ്പം നല്ല വലിച്ചിരിക്കുന്നു. പിന്നെ നങ്ക് വലിയ നങ്കല്ലേ, അത് അത്ര ടേസ്റ്റ് ഇരിക്കുന്നില്ല. ചെറിയ നങ്കെങ്കിൽ നല്ല ടേസ്റ്റ്. അങ്ങനെ മസാല എല്ലാം റെഡി ആക്കിക്കൊണ്ടുള്ള എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ആക്കി. ഇപ്പം ഇനി നങ്ക് എടുത്തിട്ട് ഞങ്ങളവിടെ കണ്ടാക്കാൻ എടുക്കുന്നില്ല നങ്ക്. അങ്ങനെ ഇരി നങ്കിട്ടുള്ള അത്ര വലിയ നങ്ക് ഇരി തിന്നും തോറും അങ്ങനെ ഇരി നങ്ക് കായ്ച്ചുകൊണ്ടുള്ള മാത്രം ഫ്രഷ് നങ്ക ഇത്. നിങ്ങൾക്ക് ഇന്ന് എന്ത് കറി ചെയ്തിട്ട് കമൻറ്റ് ചെയ്തി. നല്ല സോക്കിൽ പരത്തിട്ട് വെക്കുന്നു. ഇതിലൊക്കെ വെള്ളുള്ളി കുത്തിരിട്ടെങ്കിൽ നല്ലതെന്നുണ്ടല്ലോ, വെള്ളുള്ളി കാലിനി. അങ്ങനെ ശുണ്ഠി വെള്ളുള്ളി പേസ്റ്റ് മാത്രം ഇട്ടിനി. ഇത് ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ഇതാക്കാനാകുന്നില്ല, പേട്ടലയിലില്ല ബീത്തുന്നു. സ്റ്റാൻഡ് ചെറിയ സ്റ്റാൻഡ് എൻ്റെ ഉള്ളത് അങ്ങനെ ആക്കൊണ്ട്. പിന്നെ കറിക്ക് കടഞ്ഞിട്ട് അതിലൊക്കെ നീരുള്ളി, പിന്നെ ഒരു പാതി നീരുള്ളി, പിന്നെ ചെറിയ ഒരു ടൊമാറ്റോ, പിന്നെ കൊത്തമ്പരി ചപ്പ്, കായ്മുളക്, പിന്നെ ശുണ്ഠി ഇട്ടെങ്കിൽ നല്ലതാണ്, പിന്നെ കറിച്ചപ്പ് ഇത്ര ഇട്ടിട്ട് മിക്സ് ആക്കണം. കയ്യിൽ സൂക്കിൽ ഞൗണ്ടിട്ട് കറി മിക്സ് ആക്കണം. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പിടുന്ന. ഒരു സൈഡിൽ ചോറ് വെന്തോണുണ്ടോ അതിന് പിന്നെ ഇപ്പോൾ കറി അടുപ്പിൽ വെച്ചിന. ഇത് നല്ല പായച്ച പിന്നെ മീനിടണോ. ഇപ്പം നല്ല പായച്ച് ഇനിയിപ്പം മീനിടാം. മീനിന് ചില കറിക്ക് കണ്ട ഇട്ടിട്ടില്ല, ഇടിയിട്ടിട്ടില്ല. രണ്ട് മീൻ എടുത്തിന കറിക്ക് കണ്ടാക്കിയിട്ട്. ഒരു മീനിനെ 4 കണ്ടാക്കിന. ഇത് മെല്ലെ കയ്യിലിടണില്ല, പൊടിയാന്ന്. ഇതിപ്പം ഒരു നല്ല കൊതി വന്നെങ്കിൽ മതിയാന്ന്. ഇനിയിപ്പം മീൻ കായ്ക്കൊണ്ടല്ലേ അരഘണ്ട ഇനി. അങ്ങനെ പാൻ വെച്ചിട്ട് അതിൽ 2 കറിച്ചപ്പിട്ടിട്ട് കുറച്ച് എണ്ണ ഇടണം. എണ്ണ ഇട്ടിട്ട് കായ്ക്കാൻ വെക്കുന്നു. ഇപ്പം മീൻ ഇട്ടുകൊണ്ടുള്ള ഇപ്പം ഉച്ചക്കൊക്കെ 2 മീൻ കായ്ക്കുന്നത്. 2 സൈഡ് നല്ല കാഞ്ഞും കായി. പുറത്ത് നല്ല കാറ്റുണ്ട് ഇന്ന്. ഇന്നാൾ നിൻ്റെ സുറൈന് ജോറ് കാറ്റി മേറെല്ലാം ബീന്ന വില കാറ്റി. അങ്ങനെ ഇതാക്കിയിട്ടായി. ഒരു സൈഡ് കാഞ്ഞിനി രണ്ടാമത്തെ സൈഡൊക്കെ മറിച്ചിട്ടിട്ടുകൊണ്ടുള്ള അങ്ങനെ നങ്ക് ഫ്രൈ റെഡിയായി.